ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. നമ്മളിപ്പം മണാലിയിൽ നിന്ന് ഹംത പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമ്മൾ ആദ്യം തന്നെ സ്നോയിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്, ബൂട്ട്സും. അവിടെ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ ഈ ഡ്രസ്സ് ഇടണം. ഞങ്ങളങ്ങനെ കടയിൽ കയറി കുറേ ട്രൈ ചെയ്ത് 2 ഡ്രസ്സും ബൂട്ട്സൊക്കെ എടുത്തു. ഒരാൾക്ക് 250 രൂപയാണ് വരുന്നത്. അതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് 4x4 മാത്രമേ പറ്റുള്ളൂ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക്. അതുകൊണ്ട് ഞങ്ങളൊരു ജിമിനി റെൻറ്റിനെടുത്തേക്കാണ്. ഞങ്ങൾക്ക് ഇവർ 5000 രൂപയാണ് ഹംത പാസ് വരെ ചാർജ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം സോളങ് വാലിയിലാണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ അധികം സ്നോ ഇല്ല, അതുകൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങനെ അന്വേഷിച്ചു വന്നപ്പം ഹംത പാസിലാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതെന്ന് കേട്ടത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹംത പാസിലേക്കാണ് പോകുന്നത്. ഇരുവശങ്ങളിലായിട്ട് നല്ല മനോഹരമായ മഞ്ഞ് മലകൾ കാണാം. പിന്നെ പോകുന്ന വഴി നമുക്ക് ഇഗ്ലൂ വില്ലേജ് കാണാൻ പറ്റും. ഇതാണ് സേത്തൻ വില്ലേജ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഹംത പാസിലേക്ക് എത്താൻ പറ്റുക. പോകുന്ന വഴിയുള്ള 2 സൈഡിലും മഞ്ഞുമലകളും പൈൻ ഫോറസ്റ്റും തന്നെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ സ്നോയിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ ഹംത പാസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് പണ്ട് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള 2 ഇഗ്ലൂ സ്റ്റേകളാണ്. പണ്ട് പഠിച്ചപ്പം ഇത് ഒരിക്കലെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. റൂമിൽ നിന്ന് ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു 8:30 ആയപ്പോൾ എത്തി. ഞങ്ങളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എത്തിയോണ്ട് തന്നെ ഞങ്ങൾക്ക് ക്രൗഡ് ഇല്ലാതെ സ്ഥലമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി സ്കീയിങ് ആണ്. ഇവരുടെ ആദ്യത്തെ കസ്റ്റമർ ഇന്നത്തെ ഞങ്ങളാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. ആദ്യം തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. വീഴുമെന്ന് ഉള്ളിൽ നല്ല പേടിയുള്ളതുകൊണ്ട് തന്നെ എത്ര ക്ലാസ് പറഞ്ഞു തന്നിട്ടും ഞങ്ങൾക്ക് ആദ്യം ചെയ്യാൻ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. താഴോട്ട് വലിയൊരു കൊക്ക ആയതുകൊണ്ട് അവിടേക്ക് വീഴുമെന്നൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. എന്നെക്കാട്ടിലും മോശമായിരുന്നു സച്ചിൻ്റെ കാര്യം. ഞാൻ എങ്ങനെയോ ഒക്കെ റെഡിയായി വന്നപ്പം സച്ചിൻ അവിടെ മൂക്കും കുത്തി വീണു. You're taking video, no? Wow. Good job. Hi. കാണുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമല്ല ഇത്. ഞാനും അങ്ങനെ വീണു ഗൈസ്. അങ്ങനെ കുറേ വീഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും നല്ല പ്രോ ആയി ഒരുമിച്ച് സ്കീയിങ് ചെയ്തു. ഇനി ഞങ്ങളുടെ സെക്കൻഡ് ആക്ടിവിറ്റി കേട്ട് ഞങ്ങൾ മേലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ട്യൂബ് സ്ലൈഡിംഗ് ആണ്. ആദ്യം ചെയ്തപ്പോൾ ഞങ്ങളുടെ ടയർ അവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ ഒരു മഴത്തുള്ളിക്കിലുക്കത്തിലെ സലീം കുമാറിൻ്റെ ഒരു ഫീലായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് ടൈം ഞങ്ങൾ ഒന്നുകൂടെ ട്യൂബിൽ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പോയി. അത് സക്സസ്ഫുൾ ആയി. ഇത് ഭയങ്കര നല്ലൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഈ 2 ആക്ടിവിറ്റീസിനായിട്ട് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയോണ്ട് തന്നെ ഞങ്ങൾക്ക് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് ക്രൗഡ് ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഈ 2 ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്തത്. ഇതിന് പുറമെ സിപ്പ് ലൈൻ കൂടി ഇവിടെ ഉണ്ട്. മണാലിയിൽ ട്രിപ്പ് വരുന്നവർ എന്തായാലും സ്നോ ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം. അതില്ലാതെ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ല. ഭയങ്കര നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ മഞ്ഞുവാരി എറിഞ്ഞ് കളിച്ചു. പിന്നെ കുറേ സ്ലൈഡ് ചെയ്ത് കളിച്ചു. അപ്പോഴേക്ക് എന്നെ കുറേ പേര് വന്നു തുടങ്ങി. സ്ഥലം മൊത്തം ക്രൗഡഡ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞപ്പം തന്നെ കുറച്ച് വെയിൽ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് ഡാൻസ് റീൽസ് ഒക്കെ എടുത്ത് ബാക്കി ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ സ്നോമാൻ ഉണ്ടാക്കാൻ കുറേ ട്രൈ ചെയ്തെങ്കിലും സക്സസ്ഫുൾ ആയില്ല. ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാഗി ഓർഡർ ചെയ്തു. ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നൊക്കെ കിട്ടുന്ന മാഗി ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. മാഗി എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. 4x4 വണ്ടികളല്ലാത്ത വണ്ടികളും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് അതിൽ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ സേത്താൻ വില്ലേജിൽ ഇറങ്ങി. അവിടെ ഇഗ്ലൂ ഹൗസസ് ഉണ്ടായിരുന്നു. ഇഗ്ലൂ ഹൗസിൽ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 500 രൂപയാണ് എൻട്രി ഫീ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറാതെ തന്നെ പുറത്തു നിന്ന് ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചുപോയി. ഈ കാണുന്നതാണ് ഞങ്ങൾ റെന്റിനെടുത്ത ജിമിനി. അങ്ങനെ ഞങ്ങൾ ഹംത പാസ് നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. കുറേ നല്ല ഫൺ ഫീൽഡ് സ്നോ മെമ്മറീസ് ആയിരുന്നു. വീണ്ടും മണാലി വീഡിയോസ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.